ഡെയിലുള്ള എങ്ങോട്ട് പിന്നെ അത് എന്താക്കെ ചെയ്യണ്ട്. അടുത്ത ജന്മത്തിൽ ഷെമിത്താനെ ഭാര്യയായി സ്വീകരിക്കുമോ? ആരെങ്കിലും പിന്നെ ഇതിനെ കുറിച്ചാണ് ഷെമിത്താന്റെ ഏജ്. ആർക്ക് ഇത്താക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെഫിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു? തോന്നിക്കണേ. Hi guys. Assalamualaikum. Welcome back. Welcome back. Yes guys. ഇപ്പൊ ഗൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു പോസ്റ്റ് ഇട്ട് ഗൈസ്. പിന്നെ എത്ര ദിവസമായല്ലോ ഇപ്പൊ നമ്മള് Q&A ഒക്കെ ചെയ്തിട്ടില്ലേ ഷെമേ? അപ്പം പുതുതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിക്കണല്ലോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് നമ്മുടെ ചാനൽ അല്ലേ? അത് എന്നോ കഴിഞ്ഞിരിക്കല്ലേ? കൊറേ ആയല്ലോ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയില്ല. അതെ അതെ അതെ, അത് നോക്കിയില്ല. അപ്പൊ ഏതായാലും ആ സന്തോഷം എല്ലാരെയും അറിയിക്കുകയാണ് ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് നന്ദി. രണ്ട് രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഊക്കാനാണെങ്കിൽ അതിന് നന്ദിയല്ല അന്നന്ദി. അതായത് അൺലോക്ക് ലോക്ക് എന്ന് പറയുമ്പോൾ അന്നന്തി അൺടാക്സ്. പുറത്ത് നല്ല മഴ ഇങ്ങനെ കണ്ണ് പാടിപ്പോവുക. അങ്ങോട്ട് ചായ ഒക്കെ കിട്ടിയാ അങ്ങനെ കുടിക്കായിരുന്നു. നീ ഇങ്ങനെ ചായ ഒന്നും കുടിക്കാൻ അധികം നിൽക്കണ്ട. എനിക്ക് മൂത്രത്ത് കല്ല. മൂത്രത്ത് കല്ലുള്ളത് ചാടിക്കാനില്ല. ഇവിടെ സ്വന്തമായിട്ട് ക്രഷറൊക്കെ ഉള്ള ആളാ. കല്ലും കോരിയൊക്കെ ഉള്ള ആളാ. കോരിയൊക്കെ ഉള്ള ആളാ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു Q&A ചെയ്യാന്നാട്ടോ വിചാരിച്ചത്. എന്താ വെച്ചാല് കൊറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരിക്കണ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒക്കെ അല്ലേ? അതെ. അപ്പൊ പിന്നെ നമ്മൾ ഏതായാലും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയണല്ലോ. കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിന്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്തിനാ ചോദിക്കുന്നത്? നമ്മ പൂട്ടി പോകേണ്ടി വരും. അപ്പൊ ഗൈസ് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണെന്നറിയോ? ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാരും കൊറേ ആള് പറയുന്നുണ്ട് ഒന്നും ചോദിക്കാനില്ല, സന്തോഷം, നല്ലോണം ജീവിക്കട്ടെ, അങ്ങനെ തന്നെ. അത് കൊറേ ഉണ്ട് അല്ലേ? അത് കൊറേ ഉണ്ട്. പക്ഷെ അതല്ല നമ്മളിപ്പോ പറയേണ്ട ആദ്യത്തെ ചോദ്യത്തിന് കണ്ടിട്ടാക്കിയൊരു പേടി. അപ്പൊ ഈ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്താക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെഫിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്? പ്രായം കുറവായത് കൊണ്ട്. അതുപോലെ തിരിച്ച് ഷെഫിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രായത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഇഷ്ടം മാത്രല്ല ഇഷ്ടം ഒരുപാട്. അപ്പം ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഷെമി പറയട്ടെ ആ കാര്യം. തോന്നിക്കണേ. ചെയ്യണ്ടായിനോ തോന്നുന്നുണ്ട്. തോണ്ടുണ്ട് കാലോണ്ട് പറയണ്ടാന്ന്. അതില് കാണൂല. ഞാൻ പറഞ്ഞേ അത് കാണാനായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ തോന്നിക്കണേ ചെയ്യണ്ടായിരുന്നു. അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ ചോദിക്കുമ്പോ കറക്റ്റ് ചോദിക്കണ്ടേ? ഇനി ഇന്ത്യ ചോദിക്കണേ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് തോന്നിയില്ല. പ്രായം കുറവായത് കൊണ്ട് കേട്ടോ ചോദിച്ചേ. പ്രായം കുറവായത് കൊണ്ട് എനിക്കും തോന്നിയില്ല. പ്രായം കുറവായത് കൊണ്ടല്ല എനിക്ക് അങ്ങനെ തോന്നിയത്. സ്വഭാവം കൊണ്ട് അല്ലാണ്ട് പ്രായം കുറവായ കൊണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതാണ് അതിന്റെ കാരണങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ നിങ്ങള്? ഞങ്ങൾ പഠിത്തമൊന്നും ചെയ്യൂല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ല. എനിക്ക് തോന്നിക്കണോ? എനിക്ക് തോന്നിയെന്നെങ്കിൽ പറഞ്ഞില്ല. തോന്നിക്കണേന്നോ തോന്നിയില്ലാന്നോ? എനിക്കും തോന്നിക്കണേ. ഷെമിനെ കല്യാണം കഴിക്കണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോന്ന്? അത് ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല, അത് ഈ കാണുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിച്ച ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ചില സമയങ്ങളിൽ തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ട് അല്ലാണ്ട് ഈ പ്രായത്തിന്റെ കേസുകൾ കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ തോന്നിയില്ല. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി മറ്റേ ഭാഗം തന്നെ കട്ട് ചെയ്ത് കേട്ടാൻ നോക്കണ്ടങ്ങളെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വായിച്ചോളാം. എന്നാ വായിച്ചോ. ഷെമിക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. യൂട്യൂബ് ഏർണിങ്സ് അല്ലേലും മറ്റു ബിസിനസിന്റെ വരുമാനം ഷെമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ? ഇല്ല. ഷെമിയാണോ അത് കൈകാര്യം ചെയ്യാറ്? അല്ല. എനിക്കിതൊക്കെ ഒന്ന് വിശദീകരിക്കാനുണ്ടായി. ഇത് വിശദീകരിച്ചോ?
ഒരു മിനിറ്റ് കൂടുതലായിരുന്നു കേട്ടോ എന്റെ വിശദീകരണം. ഇതിങ്ങ എത്രയും വിശദീകരിക്കും, ഇന്നൊരു ദിവസം മൊത്തമാണെങ്കിലും വലുത് വിശദീകരിക്കും. പിന്നെ യൂട്യൂബിന് ഏൺസ് ഒന്നും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെങ്കില് ആഗ്രഹമില്ല. പക്ഷെങ്കിൽ എന്നാലും എന്തായാലും കിട്ടണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെ ഞാൻ ഷെഫിനോട് പറയാം. അപ്പൊ ഷെഫിനോട് അറിയാം തീർന്നു, വെറുതെ ഇങ്ങനെ കുടുങ്ങും അങ്ങനാന്നൊക്കെ. എന്നോ അതിലുള്ള കുറച്ച് പൈസ ഉണ്ട്, അതെങ്കിലും എടുക്കാൻ അതിന് ഒഴിവില്ല. എന്റെ കയ്യിനോ ഞാൻ പറഞ്ഞല്ലോ, ജിപേ തുടങ്ങി കഴിഞ്ഞാല് തുടങ്ങിയ ആൾക്കാർ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ജിപേ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും, പറഞ്ഞുതരാം. അപ്പൊ ഈ ഞാൻ എന്റെ കയ്യിനെന്ന് പറഞ്ഞ ശേഷം ഞാൻ തുടങ്ങി അപ്പം പിന്നെന്താക്കും, നമ്മുടെ അടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്കും ആരെങ്കിലും കടം ചോദിക്കും, അപ്പോഴേക്കും ആ കടം കൊടുക്കും. പിന്നെ ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെറ്റലായി പെണ്ണുങ്ങളായി ഇല്ലേ, അങ്ങനെ ആവും. അത് മാത്രല്ല വാങ്ങുമ്പോ കൊടുക്കുമ്പോ ഉള്ളതൊന്നും പിന്നെ കടം ചോദിച്ചവരോട് പൈസ ചോദിക്കുമ്പോ ഉണ്ടാവില്ല. അതെ. അപ്പൊ അത് കൊറേ ആള് പറയലുണ്ട്. അതെ, അപ്പൊ ഏറ്റവും നല്ല അത് മാത്രല്ല വന്നാലും എനിക്കൊരു ജിപേ വേണം. അത് മാത്രല്ല നമ്മള് പീടികയിൽ ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാല് ജിപേ ആവുമ്പോ നമ്മള് പൈസ ഇങ്ങനെ ടെക് എന്നാണ് പോണ നമ്മൾ അറിയൂല. കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് കൊടുത്തിട്ട് തിരിച്ചു പോണ 1000 എടുത്ത് കൊടുത്തല്ലോ ആ ഒരു തോന്നല് നമുക്ക് ഉണ്ടാവും. പക്ഷെ ജിപേ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കൊണ്ട് ഞാൻ ഷെമിനോട് പറഞ്ഞ്, ഷെമിയെ ഈ ജിപേ തുടങ്ങണ്ട, കാരണം എനിക്ക് പൈസ തരങ്ങിയാണെങ്കിൽ മാറ്റി വെച്ചോ, അല്ലാണ്ട് ജിപേ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാണേന് ഒരു കണക്കും കാര്യമില്ല. പിന്നെ തന്നാ വേണ്ടി മാറ്റി വെച്ചോന്നുണ്ട്. തരും പറയാണെങ്കിൽ കൊറേ ചിലപ്പോ തന്നോളൂ കേട്ടോ, ചിലപ്പോ തരികയില്ല. കിട്ടാനൊക്കെ വീഡിയോ ചെയ്യണേക്കാണ് പണിതാ പൈസ ചോദിച്ചു വയ്യേക്ക് ചോദിച്ചത് ഞാൻ ആർക്കാണ് പറയിപ്പിച്ചോണെനിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതോ ഒരു പെണ്ണ് ചോദിച്ച ചോദ്യമാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഓരോ ഹസ്ബൻഡിന് ഇത് കാണിച്ചു കൊടുക്കാൻ ഇത് കണ്ടിട്ട് കാര്യമല്ല. അടുത്ത ചോദ്യം, ഇഷ്ടപ്പെട്ട ക്വാളിറ്റി പിന്നെ ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റിയോ അതുപോലെ തന്നെ തിരിച്ചും. ആദ്യം ഷെമി പറഞ്ഞോട്ടെ. ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഞാൻ ഒന്നും പറയുന്നതാണല്ലോ, തെറ്റിയാലൊക്കെ അങ്ങോട്ട് വന്ന് മിണ്ടും, പെണുങ്ങൊന്നുമില്ല, പെണുങ്ങിക്കൂല അത്. പിന്നെന്താ അങ്ങനെ കൊണ്ടടക്കില്ലേ ഒന്നുമില്ലെങ്കിലും അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ. ഇത്രയും സൗന്ദര്യമുള്ള എന്നാ അതെ അത് ഞാൻ സ്വയം ട്രോളണ്ട. സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്, ആരല്ലാന്ന് പറഞ്ഞ സൗന്ദര്യമൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല, ഓല് ഫേക്കാ പറയുന്നേ. അതെ. പിന്നെ ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാല് എന്തോന്ന് അങ്ങോട്ട് പറഞ്ഞാല്, ഒരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാല്, ഉദാഹരണത്തിന് ഞാൻ പറയാണ്, രാവിലെ ഒരു ബെഡ്ഷീറ്റ് നന്നാക്കി എണീച്ച് പോരാനോ, ഒരു തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ അയച്ചും കേട്ടാ കൊട്ടയിലിടാനോ, അങ്ങനെ പറഞ്ഞ അനുസരണക്കുറവ്, ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി. ഷെമിന്റെ ഇഷ്ടമുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ചില ബന്ധങ്ങളൊന്നും അങ്ങനെ കൊണ്ടെടുക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് അന്നപ്പോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞ അതായതാണ്. പക്ഷെ ഷെമി ആ ബന്ധങ്ങൾ കൊണ്ടെടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അതിനെ കൊണ്ട് ആ ഒരു ക്വാളിറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബന്ധങ്ങൾ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്ഷമ എന്ന് പറയുന്ന സാധനം ഷെമിന്റെ നിഘണ്ടുവിലില്ല. അപ്പൊ ഞാൻ അത് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനി റഫായി നിൽക്കല്ലേ, എപ്പോഴും ചിരിച്ച് അങ്ങനെ നിൽക്കുക. നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള, അതെ സന്തോഷമായിട്ട് ചിരിക്കാൻ. അങ്ങനല്ല കേട്ടോ പറഞ്ഞത്, പുഞ്ചിരി ധർമ്മാണെന്ന് നബി പറഞ്ഞു കേട്ടില്ലേ. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അതൊരു ധർമ്മമാണ്. അത് ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാലും ഭർത്താവ് ഭാര്യന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്ന് പുഞ്ചിരിക്കുന്നത് നല്ലതാണ്. അതിന് എത്ര കോടി എനിക്ക് വേണം ചോദിച്ചിട്ട് കാര്യമില്ല, ഉള്ളപ്പം. അപ്പോ പുഞ്ചിരി നല്ലതാണ്. അപ്പൊ മാക്സിമം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതാണ് എനിക്ക് ഷെമിന്റെ അടുത്ത് ഇഷ്ടപ്പെടാത്ത. എന്ത് പേര് വന്നാലും വേണ്ടില്ല, ഇനി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനല്ല. അതിലൊരു ക്വാളിറ്റി ഉണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക്, എടുത്തു ചാടി സംസാരിക്കുന്ന ആൾക്കാർക്ക് വേറെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടും. ഞാൻ എടുത്തു ചാട്ടൊക്കെ പഠിച്ചാണ്ട്
എന്നിട്ട് എനിക്ക് ചാട്ടം ഇപ്പൊ നമ്മൾ തെല്ലണോ തല്ലുവിടണോ നേരല്ല അത് കഴിഞ്ഞിട്ട് പോവാം. അപ്പം ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റിയും മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട് അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്തിട്ടോ ഷെഫി, ഒരുപാട് ഇഷ്ടം നിങ്ങളെ, പ്രത്യേകിച്ച് ആയിഷു. കമന്റ് വായിക്കണം. ഓക്കെ, കമന്റ് വായിച്ചിട്ടുണ്ട്. ഫൗസിയ റിപ്പാര. അപ്പൊ ഏതായാലും പ്ലാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹമുണ്ട്. ക്ഷമിക്കെന്താ? എനിക്ക് ആഗ്രഹമില്ല, ഞാൻ പേടിച്ചു. കാരണം അത്ര നമ്മളൊന്നും കുറേ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്ത് ഇനിയും അങ്ങനെ ആയി പോവോ എന്നുള്ളൊരു പേടിയും വേണ്ട. ഉള്ളിലൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇനി ചിലപ്പം ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലേ, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല ആ കാര്യം. ബാക്കി പഠിച്ചോൻ തരികയാണെങ്കിൽ വാങ്ങും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ വായിക്കുന്നത്. ഇത് മറ്റേന്റെ കണ്ടിന്യൂ അല്ല. ദിവസത്തിൽ നിങ്ങൾ എത്ര തവണ പിണങ്ങാറുണ്ട്? പ്ലീസ് ആൻസർ. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ ക്ഷമി മാക്സിമം പിണങ്ങാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? പരമാവധി നോക്കല്ലേ ഇല്ലേ? ഞാനത് നന്നാവാൻ വേണ്ടിയിട്ടും പരമാവധി നോക്കും. ക്ഷമി മാക്സിമം പിണങ്ങാൻ വേണ്ടിട്ട് നോക്കും അല്ലേ? എന്റെ ഉത്തരല്ലേ? എന്റെ ഉത്തരം എന്നൊന്നും പണിഞ്ഞല്ല കേട്ടോ. എന്തേലും നേരെ കിട്ടുമ്പോ മാത്രം. നേരം കിട്ടാന്ന് വെച്ചാൽ പെണ്ണാൻ ഇപ്പൊ നേരം വേണോ? മിണ്ടാണ്ട് അങ്ങന്ന് വെച്ചാ പോരെ. അതിനാ പെണക്ക് അറിയില്ല, മറ്റേ അടിയാ. ഇത് പറയും പെണങ്ങാനെന്ന് വെച്ച് കാരണം ഞാൻ എന്തോ പ്രശ്നം ഉണ്ടായ മിണ്ടാണ്ട് അങ്ങ് നിന്നേക്കും ഒരു വസ്തു. അതൊന്നൊന്നുമില്ല കേട്ടോ. എടുക്കെടുക്ക് ഞാന് ഒന്നും മിണ്ടല്ല. ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നിക്കും. എന്നിട്ട് നമ്മളെ മിണ്ടാണങ്ങ നമ്മള് വേറെ എവിടെങ്കിലും പോവുകയൊക്കെ ചെയ്താല് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ കടിച്ച് പിടിച്ചിങ്ങനെ കേറുന്ന വരില്ല വരുന്നത്. വീഡിയോ അങ്ങോട്ട് കാണാകുമ്പോഴേക്കും വേറൊരു ഒരു എന്താ പറയാ ഒരു ഈമാനുള്ള മനുഷ്യനാ. അതിനും വേണോ അതെ അതെ. കറക്റ്റ് ഉത്തരം കൊടുത്തണോ? അതെ, നേരെയുള്ളപ്പം പെണ്ണു. അതാണ് അതിന് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ദിവസം ന്യൂ സബ്സ്ക്രൈബർ ആണ്. നേരത്തെ വ്ലോഗ് ഒന്നും അധികം കണ്ടിട്ടില്ല. അത് കണ്ടില്ലേ? ഫുള്ള് പോയി കാണണം. ആയിഷുബേബിനെ കൂടാണ്ട് നിങ്ങളെ മാത്രമായി എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ, ആയിഷുബേബിനെ കൂട്ടാണ്ട് പോകാൻ നിങ്ങൾ എവിടെ പോകും? താങ്ക് യു. വീഡിയോസ് മാത്രമേ ഇഷ്ടമുള്ളൂ, എന്നെ ഇഷ്ടമല്ല. ഞങ്ങളെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല. ആയിഷ ചോദിച്ചു കരുതായി, ആയിഷിന്റെ തയങ്ങിപ്പോയി. അങ്ങനെ ഒരു ഇനി എന്തെന്നാ എന്റെ ആൻസർ കേട്ടു. എന്തിനെല്ലാം എന്റെ കോപ്പി അടിക്കണേ ഇനി പറയും. അത് ആയിഷുവിനെ കൂട്ടാതെ ഇപ്പൊ ഞങ്ങൾ രണ്ടാള് പോകുമ്പോ ഇപ്പം ഞാൻ നടുക്കാന്ന് പറഞ്ഞ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എവിടെ പോകുന്നാ ചോദിച്ചേ. അതിന്റെ കാര്യം ഞാൻ അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഒന്ന് രണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശരീരം ഞാൻ നടക്കുമ്പോ എന്റെ കാല് കൈ ഇതൊക്കെ കൂടി വരുമ്പോ എന്റെ ശരീരം കംപ്ലീറ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഞാൻ ഷെമിനെ കൂട്ടുമ്പോ ഞാൻ വേഗപ്പുറത്ത് ഞങ്ങൾ അല്ലാണ്ട് തന്നെ ബൈക്കുമേല് എടുക്ക് രാത്രിയൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോ ഞങ്ങൾ അപ്പോഴേക്കും പറയൂല്ലേ ഷെമി, ഫ്രണ്ടിൽ ആവശ്യമില്ലല്ലോ ഉണ്ടെങ്കിൽ ആ ഒരു സാധനം ഉള്ളത് ഇങ്ങോട്ട് ഞാൻ അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് നല്ല കുറവാണ് നമ്മളിവിടെ പോകുമ്പോ. കാരണം ഓള് ക്ലാസ്സിൽ പോയി എന്തെങ്കിലും പ്രൊമോഷൻസ് വീഡിയോസിനൊക്കെ പോകുമ്പോ അപ്പൊ പിന്നെ ഇത് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഇങ്ങനെ വീഡിയോ എടുക്കുക നല്ല ഒഴിവാ. വണ്ടിയിലൊക്കെ കുറെ ആളുകളുടെ ഒഴിവാണ്. പിന്നെ ചിലപ്പോ ഒക്കെ വിചാരിക്കും മക്കളെയും കൊണ്ട് അധികം പുറത്ത് പോവാത്തതാ നല്ലതെന്ന് തോന്നും. കാരണം അത് പുരയിൽ കെയർ ചെയ്യാനൊക്കെ ആള് വേണം. മാക്സിമം ഞങ്ങൾ നിർത്തി തന്നെ പോല്. പിന്നെ ഓക്കും കൂടി പറ്റിയ സ്ഥലമാണെങ്കിൽ കേട്ടോ പോല്. അതല്ല ഷെമിയത് ചാൻസ് കിട്ടിയാൽ ട്രിപ്പ് പോവാന്നാ പറഞ്ഞത്. ആ ട്രിപ്പ് പോകാൻ നിങ്ങൾ എവിടെ പോകുന്നാ ചോദിച്ചത്. എവിടേക്കാ പോകാണ്ട് ഇല്ല, ഒരു ദിവസത്തിൽ അധികം ഒന്നും പോകാൻ ഇഷ്ടമല്ല. ഒരു ബീച്ചൊക്കെ പോയി പോരാനേ ഇഷ്ടമുള്ളൂ. അത് ഓളുണ്ടെങ്കിലാണ് രസം ഓളുണ്ടെങ്കിലാണ്. അതാ എന്റെ ആൻസർ. ഓളുകൂടി വരുമ്പേ കംപ്ലീറ്റ് ആവണുള്ളൂ. അങ്ങനെയാണ് എന്റെ മൈൻഡ്. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഞാൻ പോകും കേട്ടോ. അത് ഷെമിയോ ആയിഷു ഇല്ലാണ്ട് ഞാൻ പോകും. ഞങ്ങൾ രണ്ടും ഇല്ലാണ്ട് പോകാണോ? അതല്ല, അപ്പോഴത് കംപ്ലീറ്റ് ആണല്ലോ. ഓളും വെളും ഉള്ളപ്പോ അത് കംപ്ലീറ്റ് അത് നമുക്ക് പോവാം. ഷെമി ആയാലും ആയിഷു അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചില്ല, നീ ചിന്തിച്ചിരുന്നു. അത് ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല, എന്തോ ഉറങ്ങാനൊക്കെ കേട്ടോ നല്ലോണം കഥ പറയാണ്ട്.
എനിക്ക് അറിയൂല അതിന്റെ ആൻസർ. ഓക്കെ, എനിക്കറിയാം, ഞാൻ അത് ചിന്തിച്ചില്ല അങ്ങനെ പോണതിനെ കുറിച്ച്. അപ്പോഴല്ലേ എനിക്ക് ആൻസർ പറയാൻ പറ്റൂ. ഇനി ബേബി പ്ലാനിങ് ഉണ്ടോന്ന് അടുത്ത ചോദ്യം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം ആയിട്ട് രാത്രി പിടിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മളെ കല്യാണത്തിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് എനിക്ക് വായിക്കാൻ തന്നെ തോന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സാഹചര്യം വന്നാൽ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമോ? അതിൽ അങ്ങനെ ഇപ്പോൾ കെട്ടുകയാണെങ്കിൽ എത്ര ആൾക്കാർ കെട്ടേണ്ടി വരും? അപ്പം അതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും എന്തെങ്കിലും അറിവ് ഉണ്ടായിട്ടാണല്ലോ. അതെ, അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആളെയായിട്ട് നിങ്ങൾ ലൈവ് ഇട്ട് ഇങ്ങനെ ഇവിടേക്ക് വരും വീട്ടിലേക്ക്. ഞങ്ങൾ കൊടുവള്ളിയാണ്. കൊടുവള്ളി ഒന്ന് അന്വേഷിച്ചാൽ ഞങ്ങളെ ചോദിച്ചാൽ ആരും അറിയും. ഒന്ന് വരിക, അല്ലെ ഞങ്ങൾ നിങ്ങളുടെ അഡ്രസ്. ഇനി കൊടുവള്ളി ഉള്ള ആളാണെങ്കിലും വീട് അറിയാലോ, ഇങ്ങോട്ട് വരും, ലൈവ് ഇട്ട് പോരുകയാണ്. അഡ്രസ് തന്നാൽ ഞങ്ങൾ അങ്ങോട്ടും വരാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോ കല്യാണം കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അങ്ങനെ പേടിച്ചിങ്ങനെ കിട്ടേണ്ട ഒരു അവസ്ഥയൊന്നും നമുക്കില്ലല്ലോ. അപ്പം അതൊന്നല്ല കേട്ടോ. അപ്പം ഏതായാലും അതിൻ്റെ ആൻസർ അത്രേ പറയാൻ താല്പര്യമുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ വരട്ടെ അല്ലേ, വീഡിയോ ആയിട്ട് വരട്ടെ. ഇനി ഈ ചോദ്യം മാക്സിമം ചോദിക്കാണ്ടിരിക്കുക. ഓക്കെ, കാരണം ഒരു അടിസ്ഥാനമില്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലേ. ഇനി ഷെമിയുടെ മൂത്ത കുട്ടികളുടെ ഏജ് പറയുമോ? ഏജ് പറയുന്നതിനോ അല്ലെ കുറിച്ച് പറയുന്നതിനോ ഒന്നല്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് വീഡിയോയിൽ നമ്മൾ കാണുന്നതും നിങ്ങളോട് പറയാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചില ആൾക്കാർ കമന്റ് തന്നെ എഴുതും, വീട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബ്ലോഗ് ആക്കണ്ടല്ലോ, നിങ്ങൾക്ക് വെറുതെ തോന്നുക. നമുക്കിത് പുറത്ത് ഇങ്ങടുത്ത് പറയാൻ പറ്റുന്ന കാര്യം. അതെ, അല്ലാണ്ട് വീട്ടിലെ എന്താ പറയാ ഉമ്മ പണിങ്ങി മരുവൻ പണിങ്ങി ഐറ്റാ കേസുകളൊന്നും ആയിട്ടൊന്നും നമ്മൾ അങ്ങനത്തെ വീഡിയോസുകളൊന്നും താല്പര്യമില്ല. ഡെയിലുള്ള ഇങ്ങോട്ട് പിന്നെ അത് എന്താക്കെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പം മക്കളെ കാര്യമൊക്കെ വലിയ കുട്ടികളായിക്കെ വലിയ കുട്ടികളാണ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഫേവറേറ്റ് ഫുഡ് എന്താ ഷെമിന്റെ? ചിക്കൻ ബിരിയാണിയാ. എനിക്ക് സത്യം പറയാം, എന്റെ ഫേവറേറ്റ്, എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് അറിയോ? ആഗ്രഹം ചോദിച്ചില്ല, സത്യോ എനിക്കിപ്പോ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മട്ടൻ, നല്ല അടിപൊളി മട്ടൻ കിട്ടോ. അല്ലാണ്ട് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വായിൽ വെക്കാൻ പറ്റാത്ത മട്ടൻ കിട്ടും. അങ്ങനല്ലേ. എനിക്കൊരു ഫുള്ളായിട്ട് ഒരു ആടിനെ കിട്ടിയത് ഞാൻ വേറെ ആർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ തിന്നണത്. പക്ഷെ എന്തോ ആക്കി ആഗ്രഹമാണ് ഗൈസ്. എനിക്ക് എന്താ അറിയാ, ചെറുപ്പത്തിലുള്ള എനിക്ക് ആഗ്രഹമാണ് എനിക്ക് ചെയ്തേ പറ്റും. എനിക്കൊരു ആടിനെ ഫുള്ളായിട്ട് എനിക്ക് ഒറ്റക്ക് തിന്നണം, അതാണ് എന്റെ ആഗ്രഹം. എന്റെ ഫേവറേറ്റ് ഫുഡ് മട്ടൻ. ചിക്കൻ ബിരിയാണി. ഇവിടെ ചില നേരം പറയൂ ചോറ് തിന്നോ, ചോറ് അധികം തിന്നിട്ട് എന്താ ഇങ്ങനത്തെ എന്തായാലും ചോറ് അധികം തടിക്കും. ഒരു ആടിനെ എനിക്ക് ഒറ്റക്ക് തിന്നാനാവോ? 10 കിലോനൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിക്കോ. ഞങ്ങള് കൂടിയൊന്നുമില്ല. പക്ഷെ കൂടുതൽ ഇറച്ചി എല്ലല്ല ഉണ്ടാവുക, ഇറച്ചി കുറവല്ല ഉണ്ടാവുക. പക്ഷെ എനിക്ക് എന്നാലും എന്റെ ആഗ്രഹം, എനിക്കൊന്ന് പൈസ ഒക്കെ റെഡി ആവുമ്പോ എനിക്ക് ആഗ്രഹം നിറവേറ്റണം ഗൈസ്. പൈസ ഉണ്ടാവുമ്പോ മറന്നു, ഞാൻ ഓർമ്മിപ്പിക്കുകയില്ല, ഇഷ്ടമല്ലാത്തത് കൊണ്ട്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ് ചിക്കൻ ബിരിയാണി. ഷെഫിന്റെ എന്തോ കപ്പലത്തെ ആഗ്രഹം പറഞ്ഞേ. എനിക്ക് അല്ല, എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഒരു ആടിനെ ഒറ്റയ്ക്ക് തിന്നണം എന്നുള്ള ഒരാഗ്രഹം. തിന്നണം, നടക്കൂല അല്ലേ. 10-12 കിലോ ഉണ്ടാവില്ല ഒരു ആട് എന്ന് പറഞ്ഞാല്. പക്ഷെ എനിക്ക് ആഗ്രഹമാണ്. അതിനൊരു കുത്തിരിപ്പ് തിന്നണ്ട, ഞാൻ തന്നെ കരിയുന്നപ്പുറത്തുനിന്ന് അന്നല്ല ആടിന്റെ കാര്യമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? നീ പറഞ്ഞില്ല. നിങ്ങൾ എന്റെ വീട്ടിൽ എനിക്ക് മട്ടൻ പെട്ടെന്തും കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നല്ല രീതിയിൽ നല്ല ഫുഡുകളൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. എന്റെ വീട് പടനിലം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരുന്നുണ്ട്, അല്ലെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് അല്ല ഇങ്ങോട്ട് വരുന്നല്ലേ സൗകര്യം. അതെ. പിന്നെ ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഉണ്ട് ഷെമിയ? 74. ആർക്ക്? വയസ്സല്ല, വെയിറ്റ്.
ഞാൻ 74 ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ അല്ലേ മുന്നില്? അപ്പൊ ഞാൻ തന്നെ വില്ലൻ. എത്ര വെയിറ്റ് ഉള്ള? ഞാൻ 80 എങ്ങാനുണ്ട്. കാണാൻ തോന്നില്ലല്ലോ. നല്ല കനുണ്ട് എനിക്ക്. ഒരു വെയിറ്റ് ആണ് കാണാനും. ആദ്യം 85 ഒക്കെ ഉണ്ടായിരുന്നു, 85-86 ഒക്കെ ഉണ്ടായിരുന്നു വെയിറ്റ്. ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ 82 ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയപ്പോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോന്നു ഇപ്പൊ 73 ആയിട്ട്. ഓക്കെ, ഷെമിന്റെ വെയിറ്റ് കിട്ടില്ലേ? 73, പിന്നെ കുറച്ച് കഴിഞ്ഞ 74 അല്ലേ? 73, 74 ആ റേഞ്ച് 70-ന്റെയും 80-ന്റെ ഇടയിലായിട്ടുള്ളതാണ് വെയിറ്റ്. 75-ൽ ഇല്ല. അടുത്ത ജന്മത്തിൽ ഷെമിത്താനെ ഭാര്യയായി സ്വീകരിക്കുമോ? ആരെങ്കിലും പിന്നെ ഇതിലെ കുറിച്ച് ആടൂ. എന്നോട് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഓന്ന് പറയാനും. ഓക്ക് പറയാലോ. സുന്ദരനും സുമുഖനും. നമ്മൾ ഈ തെറ്റുക എനിക്ക് തീരെ ഉത്തരം പറഞ്ഞ അന്ന് ഇവിടെ തീരുമാനം ഉണ്ടാവും. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പീസ്ഫുൾ, അതായത് സമാധാനപരമായിട്ടുള്ള ലൈഫൊക്കെ ഇഷ്ടം. ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും? സമാധാനം ഉണ്ടാവും, പറഞ്ഞ മോട്ടിവേഷൻ ചെയ്യാ, അങ്ങനൊന്നും വേണ്ട. അല്ലാണ്ട് ഇപ്പൊ എപ്പോഴും പീസ്ഫുൾ ആയി ഇങ്ങനെ കുത്തിരിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞു എനിക്ക് ചിരിച്ചുകൊണ്ടും ആ ഒരു ഉത്തരപ്പം പറയണം. അടുത്ത ജന്മത്തിൽ ഷെമിത്താനെ ഭാര്യയായി സ്വീകരിക്കുമോ? ഷെമിന്റെ നല്ല സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഏത് ജന്മത്തിൽ ഷെമിനെ ഭാര്യയായി സ്വീകരിക്കും ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 4 എണ്ണൊക്കെ കിട്ടാലോ, ഒന്നും ഞാൻ കിടക്കട്ടെ. അങ്ങനല്ല, ഒന്നിനെ തന്നെ സ്വീകരിക്കും. ഒന്ന് കഴിഞ്ഞാൽ കെട്ടണ കാര്യത്തിലൊക്കെ 4 മോളെ ഇതാക്കണ കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്യായിരിക്കും ഇതെടുത്ത് കട്ട് ചെയ്തിടാൻ. ഓക്കെ, അപ്പം ഷെമിത്താനെ ഭാര്യയായി സ്വീകരിക്കുമോ എന്ന് വെച്ചാൽ എന്താ സ്വീകരിക്കുന്ന കുഴപ്പം? അത്രയും ലുക്കും അത്രയും വൃത്തിയും അത്രയും വെടുപ്പൊക്കെ ഉള്ള പെണ്ണിനെ വേറെ എവിടെ കിട്ടാനാ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കണം. ഷെഫിക്ക് അഫെയർ ഇല്ലേ? ഷെഫിക്ക് അഫെയർ ഉള്ള കാര്യം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? വല്ല അറിഞ്ഞോ? ഷെഫിക്ക് അഫെയർ പറയാട്ടോ. ഇനി ഓളാണെങ്കിലോ ചോദിച്ചേ. ഷെഫിക്ക് അഫെയർ ഷെഫിക്ക് അഫെയർ ഉണ്ട്. ഇതാക്കുന്ന ഷെമിനോടാണ് അഫെയർ ഉള്ളത്. ഇവിടെ എന്റെ അല്ല ചോദിച്ചേ, വേറെ അഫെയർ വേറെ ഇവള് ചോദിപ്പിച്ചതാണോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഷെമിയ, ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരാളല്ലേ? അമ്മ കാലം ഇന്ത്യ തോന്നുന്നത് ഇല്ല മോളെ. എനിക്ക് അങ്ങനെ അഫെയർ ഒന്നും ആരോട് തോന്നിയിട്ടൊന്നുമില്ല. അഫെയർ ഇല്ല. അപ്പൊ അത് കുറച്ചൊക്കെ ഉണ്ടാവാ മതി. എനിക്ക് ചിലപ്പോ നിലവിൽ ഏതായാലും അഫെയർ ഒന്നുമില്ല. വെറുതെ കുടുംബ ബന്ധം മുറിക്കാനുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഉണ്ടെന്ന് അറിയുന്നത് ആ സ്റ്റാൻഡ്. ഷെമിത്താന്റെ ഏജ്, ഷെമിന്റെ ഏജ് പറയും. പറഞ്ഞാ പറ്റൂ. ഷെമിന്റെ ഏജ് അത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുക. നീ 20 മേലൊന്നും കയറണ്ട, അക്ക ഫാൾട്ടായി പോകും. 30 മേൽക്കും പറഞ്ഞങ്ങള് ചിരിച്ച് നിക്കാലേ ചോദിച്ച എനിക്കറിയൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ നീ പറഞ്ഞോ എത്ര ഉണ്ട്? ഞാൻ സത്യം പറയേ, പൊള്ളി അറിയാൻ ഓങ്ങണ്ടേ? പറയേ. 42. 42. ഞാൻ പറയൂലായിരുന്നു, ഞാൻ തെറ്റിച്ചാ. 42. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് 40 വയസ്സ് കഴിഞ്ഞാലാണ് അയാൾ യഥാർത്ഥത്തിൽ ലൈഫിലേക്ക് കടക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴും കടക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം ഓക്കെ, അപ്പൊ ഷെമിന്റെ ഏജ് കിട്ടില്ല നിങ്ങൾക്ക്? ഇനിയും കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല്
ഇപ്പോ എന്താ പറയാ അല്ലേ, എല്ലാ കാര്യങ്ങളും ഇപ്പോ പറയാ ഇല്ല അങ്ങനെ നിൽക്കാനൊന്നും നീങ്ങൂല ഇവിടെ സ്വിച്ചുമേല് ഫോണല്ലേ. ഓക്കെ. അപ്പം ഏതായാലും നിങ്ങൾ ഏകദേശം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഗൈസ് പിന്നെ നമുക്ക് ഏതായാലും നല്ല രസകരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. പിന്നെ നമ്മളെ എല്ലാ പരിപാടിക്കും നിങ്ങളെ പിന്തുണ സപ്പോർട്ട് വേണം ഗൈസ്, പ്രാർത്ഥന വേണം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഡിവേഴ്സിനെ കുറിച്ച് എന്താണ്, ഡിവേഴ്സിനെ കുറിച്ച് പറയണ്ടേ, കൊറേ വീഡിയോയില് പറഞ്ഞാണല്ലോ. ഡിവേഴ്സിനെ കുറിച്ചൊക്കെ വെറുതെ അടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വെറുതെ പറയും ആൾക്കാർ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പറയും. അതൊക്കെ ആണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഡിവേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടായാൽ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കൂലല്ലോ, അതുപോലെ വക്കീലിൻ്റെ അടുത്ത് അങ്ങനെ പോകില്ലേ അല്ലേ. അമ്മ കാട്ടും കൂട്ടാൻ സ്വകാര്യമായിട്ട്. അപ്പൊ അങ്ങനത്തെ ചർച്ചകളൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ചില നേരം ആണ്ടില്ല അതിനും തോന്നിപ്പോകാന്നൊക്കെ പറയട്ടെ. അത് കട്ട് ചെയ്തിടോ? കട്ടിങ് ഇല്ല, ഫുള്ള് അപ്പപ്പോ അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ അതാണ് സംഭവം, അല്ലാണ്ട് വേറെ ഡിവേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പോ പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടോ നോക്കി ഞാൻ നടക്കുന്ന കുറേ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് വളരെ മോശമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, ചില ആൾക്കാരൊക്കെ എടുത്ത വീഡിയോ, കാരണം അവർക്ക് സുഖമാണല്ലോ, കണ്ടന്റ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്, അവർക്ക് അടുത്ത് തന്നെ ചെയ്താൽ മതി, അത് കാണാനും ആൾക്കാർ ഒരുമാതിരി പരിപാടിയാണ്. അത് താല്പര്യമില്ല അല്ലേ. നമ്മൾ താല്പര്യമുള്ള അല്ലല്ലോ ചെയ്യുക, അവർക്ക് താല്പര്യമുള്ളതാണല്ലോ ചെയ്യുക, ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ ഞങ്ങളുടെ കാര്യം പറയുന്നത് എനിക്ക് താല്പര്യം. അപ്പം ഏതായാലും ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചോദ്യത്തിനുള്ള ഉത്തരങ്ങള് പറയാനുണ്ട്. അപ്പം ഇത് കുറച്ച് ഞങ്ങൾ കുറേ ലെങ്ത് കുറച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സെറ്റാക്കിയത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. ഓക്കെ, അസ്സലാമു അലൈക്കും.